അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ വാതിലൊക്കെ തുറന്ന് അവിടെ നമ്മുടെ പാലിരിക്കുന്നുണ്ടായിരുന്നു. വൈകും പോയി അതിനെയൊക്കെ ഒന്ന് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളും ചായ വയ്ക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുടങ്ങണം കേട്ടോ. ആക്ച്വലി ഇന്നലെ രാത്രി മുതൽ വോയിസ് ഓവർ കൊടുക്കാൻ പ്ലാൻ ചെയ്ത് പാല് ചിന്തി പ്ലാൻ ചെയ്ത് ഇന്ന് രാവിലെ എണിച്ചിട്ടാണ് കൊടുക്കുന്നത്. എനിക്ക് രാവിലെ കൊടുക്കുന്നത് തീരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ്. ഒരു വോയിസിനൊരു ഉഷാറുണ്ടാവില്ല അല്ലേ, പിന്നെ ചൂടും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ പാല് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചായ വയ്ക്കുമ്പം രാവിലത്തെ പാലിന് നല്ല ഉണ്ടാവും. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് പാല് എന്ന രീതിയിലാണ് എടുക്കുക കേട്ടോ. ഈവനിങ് ആകുമ്പോൾ അത് 3 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളം അങ്ങനെ എടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ ഫാറ്റ് മൊത്തം മേലോട്ട് വന്നിട്ടുണ്ടാവും. അതാണ് ഞാൻ ക്രീമായിട്ട് യൂസ് ചെയ്യാറ് കേട്ടോ. അതാണ് ക്രീം, ഓക്കെ, പാൽപ്പാട എന്ന് പറയുന്നത്. നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഫ്രഷ് ക്രീമിന് പകരം ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. പ്രോസസ്സ് ചെയ്യാത്ത വീട്ടിലുള്ള ഫ്രഷ് ക്രീം അങ്ങനെയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പാട മാറ്റിയിട്ടാണ് ഈവനിങ് എടുക്കാറ്. പാടാന്നല്ലേ പറയാ, ഓക്കെ. അത് ആണ് ഞാൻ ബട്ടറും നെയ്യും ആക്കാറുള്ളത് കേട്ടോ. കുറേ പേര് എന്നോട് എപ്പോഴും ഇങ്ങനെ നെയ്യ് ശരിയാവുന്നില്ല, ബട്ടർ ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ആക്കുന്നുണ്ട്. ബട്ടറും നെയ്യും നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറേ വ്ളോഗിൽ. ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് പഴയൊരു വ്ളോഗിൽ, ഇതിൽ വേണമെങ്കിൽ നമ്പർ കൊടുക്കാം, ഓക്കെ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നിട്ടാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി എല്ലാവരിലും എത്തിക്കുന്നു. അവളാണ് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ അയച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷമമൊന്നും വേണ്ട, അതേ പ്രോസസ്സാണ്. അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അത്രയും ക്വാളിറ്റിയുള്ള നെയ്യാണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത്. അതുപോലെ തന്നെ യൂസ് ചെയ്ത കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇത്. പിന്നെ ഇതാ വേഗം പോയിട്ട് ഞാൻ വാഷിങ്ങിനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ. എനിക്കിതിൻ്റെ അപ്പം ഭയങ്കര കളറും ഡിസൈനൊക്കെ ഇഷ്ടമായി. ഇട്ടപ്പോൾ വലിയൊരു തൃപ്തിയൊന്നും തോന്നിയില്ല. എന്നാലും ഇനിയിപ്പോൾ മേടിച്ചതല്ലേ എന്നും പറഞ്ഞ് ഞാൻ ഇട്ടു. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം നോക്കണം. ഈ ചൂടത്ത് നിന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കുട്ടികളെ ചപ്പാത്തി വല്ലാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായി കഴിഞ്ഞപ്പോൾ. ഇപ്പോഴൊന്നും ദോശമാവിനെയും ഇഡലി മാവിനെയും കുറിച്ച് ഞാൻ ചിന്തിക്കൂല. രാവിലെ എനിക്ക് അയ്യോ ആട്ടി വെച്ചതാണെങ്കിൽ ഇപ്പോൾ ഈസി ആയേനെ എന്ന് അപ്പോഴാണ് ചിന്തിക്കുള്ളൂ കേട്ടോ. അതുവരെ ചിന്തിക്കൂല. ഇന്ന് എന്തായാലും ദോശക്കോ ഇഡലിക്കോ ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കാൻ വെള്ളത്തിലിടണം ഇൻഷാ അല്ലാഹ് എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. പിന്നെ എഗ്ഗ് ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് മുട്ടക്കുറുമയാണ് കേട്ടോ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. നമ്മുടെ നോർമൽ മുട്ടക്കുറുമ. ചില ആൾക്കാർ ഈ ടൈപ്പ് ഉണ്ടാക്കാറില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി കൊണ്ടുകൊടുത്തപ്പം ചെറിയ മോൻ്റെ ഒരു ചോദ്യം, ക്രീമി ടെക്സ്ചറാണോ ജിനിമാന്ന്. അയ്യോ, എനിക്കിങ്ങനെ ദേഷ്യം വന്നു. ഈ ഒരു ടൈമിൽ ഇവിടെ നിന്ന് അല്ലാത്ത കറി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പരഗതി ആകുന്നുണ്ട്. എന്തേ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ശീലിപ്പിക്കുന്ന പോലെയല്ലേ കുട്ടികൾ. ഞാനിങ്ങനെ വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ അല്ലേ. അപ്പോൾ മഷ്റൂമിന് പറഞ്ഞയച്ചതാട്ടോ അവനെ. മഷ്റൂം മാത്രം കിട്ടിയില്ല, ബാക്കിയെല്ലാം കിട്ടി. ഞാൻ ലഞ്ചിനും മഷ്റൂം റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനിയും പോകാമെന്ന് പറഞ്ഞിട്ട് ആൾ പോയിട്ടുണ്ട്. കണക്കുകളൊന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതും ഒന്ന് സെറ്റാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാനിതാ ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, 2 വലിയുള്ളി സ്ലൈസ് ആക്കിയതും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റീലിൻ്റെ
പാത്രം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇത്രയും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഒരു 2 കുഞ്ഞു തക്കാളി ആയിരുന്നു, അപ്പോൾ 2 തക്കാളി ഇട്ട് കൊടുത്തു. ഞാൻ അതൊന്ന് വഴണ്ട് വരാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചപ്പാത്തി മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ഞാൻ അവിടെ അരിച്ച് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി മാവ് എടുക്കുമ്പോൾ എപ്പോഴും അരിച്ച് വേണം കേട്ടോ എടുക്കൽ. ഏത് ആശീർവാദി ആണെങ്കിലും ആശീർവാദിയിൽ പൊതുവെ ഉണ്ടാവാറില്ല, പക്ഷെ എന്നാലും അരിച്ചെടുത്തു കേട്ടോ. അങ്ങനെ കുഴയ്ക്കാനുള്ള മാവ് അവിടെ വെച്ചു. ഇത് പരത്താനുള്ളതാണ്. ഇത് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ ഞാൻ ഗരം മസാല ആഡ് ചെയ്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലോട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു ടൈമിൽ ചേർക്കണം. അടച്ചു വെക്കണം. അതിൻ്റെയൊക്കെ മസാലയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചപ്പാത്തി മാവ് അരിച്ചു വെച്ചതില്ലേ, അതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അത്യാവശ്യം ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പൊതുവേ ചൂടായ കാരണം അതിൻ്റെ ഇടയിൽ വീഡിയോയും എടുക്കണമല്ലോ, രണ്ടും കൂടെ ആയപ്പോൾ വല്ലാത്തൊരവസ്ഥയായി. അപ്പോൾ നമുക്ക് കിട്ടിയ മഷ്റൂം ഇതാ പേടിയായിരുന്നു. അതിനെ ഞാൻ കൊടുത്തു വിട്ടു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. ഇത് കഴിച്ചിട്ടുണ്ടല്ലോ, ഫുഡ് ഇൻഫെക്ഷൻ ഉറപ്പാണ്. അപ്പം ഞാൻ അതിനെ തിരിച്ചു കൊടുത്തു വിട്ടു കേട്ടോ. ദയവ് ചെയ്ത് കുട്ടികൾ എന്താ പറയുക മേടിക്കാൻ വരുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊടുത്തു വിടരുത്. തിരിച്ചു കൊടുത്തു വിട്ട് അവർ ക്യാഷ് ആയിട്ടാണ് തന്നെന്ന് തോന്നുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് അന്വേഷിച്ചില്ല കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കാണുമ്പോൾ തന്നെ കുക്ക് ചെയ്യാൻ പേടിയാണ്. പ്രത്യേകിച്ച് മഷ്റൂം കുക്ക് ചെയ്യുമ്പം എല്ലാവരും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. കാരണം എപ്പോഴാണ് എന്താ സംഭവിക്കുക എന്നറിയില്ല. പെട്ടെന്ന് കേട് വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ മഷ്റൂം എന്ന് പറയുന്നത്. അങ്ങനെ തേങ്ങ കൊത്തിയെടുത്തിട്ടുണ്ട്, അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ എഗ്ഗ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അരച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ടക്കുറുമ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ 2 നേരത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. രാത്രിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാത്രിക്ക് എടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലത്തേക്ക് കുറച്ചുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയും അതെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ചപ്പാത്തിക്ക് പരത്താൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ വലിയൊരു പേപ്പർ വിരിച്ചു കഴിഞ്ഞാൽ പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പേപ്പർ വിരിക്കുന്നത്. പിന്നെ ചട്ടി വെച്ച് കൊടുത്ത് കത്തിച്ച ശേഷം ഓരോ ഉരുളകളായിട്ട് എടുത്ത് ഞാനിതാ പെട്ടെന്ന് പരത്തിയെടുക്കണം. എനിക്ക് ചപ്പാത്തി പരത്താൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. പത്തിരി പരത്താൻ ഈസി ഇല്ല, പത്തിരി ഉണ്ടാക്കണേക്കാട്ടിലും എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ചപ്പാത്തി തന്നെയാണ്. അപ്പോൾ ഇതാ വേഗം നമ്മൾ ചപ്പാത്തി അല്ലേ വിചാരിച്ചിട്ട് ഇച്ചിരി ഉണ്ടാക്കിയാലൊന്നും പോരാ. എൻ്റെ ചെക്കന്മാർ അത്യാവശ്യം ഫുഡ് അടിക്കും കേട്ടോ. ചെക്കന്മാരല്ലേ, പെണ്ണുങ്ങളെ പോലെ അല്ലല്ലോ. പെണ്ണുങ്ങളും ഇപ്പോൾ അത്യാവശ്യം കഴിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇവർക്ക് ഇച്ചിരി കൂടി കൂടുതൽ ഫുഡ് വേണം. ഞാൻ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കറി എന്തെങ്കിലുമൊക്കെ പണ്ട് ഉണ്ടാക്കുമ്പോൾ അനിയത്തി ഒന്ന് ഇത്രയൊക്കെ വേണോ ചോദിക്കും. അവളുടെ പെൺകുട്ടികൾക്ക് ഇച്ചിരി ഉണ്ടാക്കിയിട്ട് അവളുടെ മൈൻഡ് അങ്ങനെ സെറ്റാക്കി വെച്ചേക്കുക. നമുക്ക് അങ്ങനെയല്ലല്ലോ, ചെക്കന്മാരല്ലേ. അപ്പൊ അത്യാവശ്യം കറി വേണമല്ലോ. അങ്ങനെ പണ്ട് എപ്പോഴും ഉണ്ടാക്കിയ കാര്യം കേട്ടോ പറയുന്നത്. ഇപ്പോഴൊന്നും ഞാൻ വീട്ടിൽ പോയ അടുക്കളയിലോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്ന് പറയുമ്പോ, ഒന്നാമത് നമ്മൾ അവിടെ പോണതേ വലിയൊരു എന്താ പറയാ എപ്പോഴെങ്കിലൊക്കെ അല്ലേ. അപ്പോൾ അത് മാക്സിമം ചുമ്മാ ഇരിക്കാനൊക്കെ വിചാരിക്കുള്ളൂ. കറി കുറച്ച് കട്ടിയായപ്പം ഞാൻ വേഗം ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി. പിന്നെ അവിടെ അടുക്കള സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കുക്ക് ചെയ്യും. കാരണം അവിടുത്തെ അടുക്കള ഭയങ്കര ചെറുതായിരുന്നു. ആ അടുക്കളയിൽ 2-3 പേരൊന്നും നിന്ന് കുക്ക് ചെയ്യൽ ശരിയാവൂല. അത് കാരണമാണ് പൊതുവെ അവിടെ പോയാൽ കുക്ക് ചെയ്യൽ ഭയങ്കര കുറവ്. ഫ്രണ്ട്സിനും പല ആൾക്കാർക്കും എൻ്റെ ഫുഡ് കഴിക്കണം എന്നിങ്ങനെ പറയെങ്കിലും ഞാൻ അങ്ങനെ ഉണ്ടാക്കാത്തതുകൊണ്ട് കൊടുക്കാറില്ല. ഇനിയിപ്പോൾ അത് സെറ്റായി കഴിഞ്ഞാൽ ഇൻഷാല്ലാ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോകല് എന്തായാലും ടാസ്ക് അല്ലേ. അപ്പൊ അവിടെ പോയിട്ട് അവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാം, അതല്ലേ രസം. അങ്ങനെ ഓരോ ചപ്പാത്തികളായിട്ട് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മോർണിംഗ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഈവനിങ് ആകുമ്പോൾ ഡ്രൈ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുക അധികം. അങ്ങനെ ചപ്പാത്തിയൊക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഉപ്പാന്റെ ഡയലോഗ് എന്താണെന്നറിയോ, നിനക്കൊരു അവാർഡ് തരണമെന്ന്. അപ്പൊ എന്തു വെച്ചു, ഈ ചൂടത്ത് 40 ഡിഗ്രി ചൂടത്ത് നീ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കണു പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചതാണ്. പെട്ടെന്ന് വന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ പറയാ ഒരു ഇത്. അങ്ങനെ നമ്മൾ ചപ്പാത്തി എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ചായ വെക്കൽ പരിപാടികളൊക്കെ ഉണ്ട്. കുറേ വീട്ടുവർത്തമാനം നാട്ടുവർത്തമാനമൊക്കെ നമ്മൾ ടേബിളിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ പറയാറ്. ഒന്നിച്ചിരുന്ന് കഴിച്ച് അത് ശീലമായിട്ടുണ്ട്.
അതിന് അങ്ങനെ തന്നെ പോകണം തന്നെയാണ് ആഗ്രഹം. അതിന്റെ വൈബ് വേറെ തന്നെയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഒന്നിച്ചിരുന്ന് കഴിക്കല്. പിന്നെ എൻ്റെ കല്യാണത്തിനൊക്കെ ശേഷമാണ്, ഇക്കയൊക്കെ വന്ന ശേഷമാണ് ഇങ്ങനെ ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായത് കേട്ടോ. അങ്ങനെ നമുക്ക് കുറച്ച് കമൻസേ ഉള്ളൂ കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ വന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അത്യാവശ്യം റെസിപ്പി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരുപാട് വ്യൂസ് വരാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അതിൽ കറിവേപ്പില കമൻറ്റ് അതിൻ്റെ ക്യാപ്ഷൻ കണ്ടിട്ട് മാത്രം ഒരു ആൾ വന്നിട്ട് എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ക്യാപ്ഷൻ മാത്രം ടൈറ്റിൽ മാത്രം നോക്കാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. കറിവേപ്പ് കണ്ടിട്ട് തന്നെ കൊതിയാവുന്നുണ്ട്. ചീര അടുത്തായിരുന്നുവെങ്കിൽ എപ്പോഴേ വന്നേനെ. കമൻറ്റ് ഇങ്ങനെ വായിക്കുന്നത് ഗുഡ് ഐഡിയ, ഭയങ്കര ബുദ്ധിമതിയാണ്. താങ്ക് യു സോ മച്ച്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമല്ലേ ഞാൻ വായിക്കുന്നത് കേൾക്കുമ്പോൾ. പിന്നെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, എത്ര ജോലിയാണ് ചെയ്യുന്നത് വീട്ടിൽ നിന്ന്. അത്യാവശ്യം വർക്ക് ഉണ്ട് നമ്മുടെ വീട്ടിൽ. പിന്നെ സൂപ്പർ വീഡിയോ പാമ്പിനെ പേടി, അത് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംഭവം തന്നെയല്ലേ. അങ്ങനെ പാത്രം കഴുകലും കറി പാത്രത്തിലാക്കി, ബാക്കിയുള്ള കറി പാത്രത്തിലാക്കി അതിൻ്റെ ഇടയിൽ ചായ വെക്കൽ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ വേഗം ചെയ്തെടുക്കണം കേട്ടോ. അത്യാവശ്യം പാത്രം മോർണിംഗ് തന്നെ ഉണ്ടായിരുന്നു. ഇതുവരെ ഒരു പണിയും ചെയ്യാണ്ട് ഇരുന്ന് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനിപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഗ്യാപ്പ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ചിക്കനിൽ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി 1 സ്പൂണ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ചേർത്തി ഒരു പകുതിയോളം നാരങ്ങയുടെ നീരെടുക്കുന്നുണ്ട്. 2 സ്പൂണ് തൈരും ചേർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലൂസ് പരുവത്തിലാക്കിയിട്ട് എടുക്കണം. ഞാനിവിടെ ചിക്കൻ്റെ ലെഗ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മസാല തേച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ലെഗ് പീസുകൾ മാത്രമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരഞ്ഞു എടുക്കണം. ഇനി നമുക്കിതൊരു ഏകദേശം ഒരു മണിക്കൂറോളം മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോ ഫ്രിഡ്ജിലോ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കണതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ ചിക്കൻ്റെ ലെഗിൻ്റെ എല്ലാ ഭാഗത്തും മസാല വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വേണം. ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയ ശേഷമാണ് വീണ്ടും കുക്ക് ചെയ്യാൻ നിന്നത് കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം. ഓരോ ലെഗായിട്ട് വെച്ചിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചിട്ടിട്ട് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിൽ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ ഒട്ടും ഓയിൽ ഉണ്ടാവില്ല. ഡയറ്റിനനുസരിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ചിക്കൻ കംപ്ലീറ്റ് വേവും വേണം, എന്നാൽ ഒരുപാട് നല്ല രീതിയിൽ ഫ്രൈ ആകും ചെയ്യേണ്ട. ഒരു മീഡിയം രീതിയിൽ പുറത്ത് ഫ്രൈ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ തന്നെയാണ് കേട്ടോ ഇത്. പൊതുവേ ഞാനിപ്പോൾ ഡീപ്പായിട്ടുള്ള ഫ്രൈകൾ മാക്സിമം കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ എടുക്കുന്നത്. തിരിച്ചു മറിച്ചൊക്കെ വേവിച്ച ശേഷം അടച്ചു വെച്ച ശേഷമൊക്കെ നമ്മൾ ചിക്കൻ അത്യാവശ്യമായിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ ഞാനിവിടെ 2 വലിയ ഉള്ളി, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിട്ടെടുക്കണം. ഒന്നിച്ചിട്ടത് കൊണ്ട് പെട്ടെന്ന് ആവൂല എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട, നന്നായിട്ട് തന്നെ ആവും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഈ ലെവലിലായിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കസൂരി മേത്തി, പിന്നെ ചിക്കൻ മസാല, കുരുമുളക് പൊടി എല്ലാം ഒരു 3/4 സ്പൂൺ വീതം ചേർത്തി കൊടുക്കുക. ഞാൻ ഡ്രൈ മാംഗോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി മാത്രം 1/4 സ്പൂൺ ചേർത്തിയെടുത്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി അതിൻ്റെ മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എക്സ്ട്രാ. അപ്പോൾ വേഗം ഇവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുക. ഇച്ചിരി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഫ്രഷ് ക്രീം എന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ആക്ച്വലി വീട്ടിലത്തെ ഫ്രഷ് ക്രീം ഇതൊക്കെ തന്നെ ആയിരിക്കും മേ ബി. അപ്പോൾ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാം. ഇത് 2 ദിവസത്തെ പാലിൻ്റെ ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള പാലിൻ്റെ ക്രീമാണ്. പഴയ പാലിൻ്റെ ക്രീം എടുക്കാറില്ല ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ, കാരണം നമ്മൾ പ്രോസസ്സ് ഒന്നും ചെയ്യാണ്ട് എടുക്കുന്നതല്ലേ. അപ്പോൾ വീണ്ടും അടച്ചു വെക്കുന്നുണ്ട്. ഇടയ്ക്ക് ഓപ്പൺ ആക്കുക, ഇളക്കുക. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് ആയി വരുന്നത് വരെ അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ സംഗതി ഇവിടെ സെറ്റ്
സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞു മസാലയൊക്കെ കുക്കായി ചിക്കനിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഉച്ചയ്ക്ക് പെട്ടെന്ന് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറ് തന്നെ ഉണ്ടാക്കി കേട്ടോ. എണ്ണയിലോട്ട് എല്ലാ സ്പൈസസും ഇട്ടു, നെയ്യ് ഉണ്ടായിരുന്നില്ല, തൽക്കാലം എണ്ണ എടുത്തു. പിന്നെ അളന്ന് വെച്ച് അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തു, ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു, നാരങ്ങയുടെ നീരും ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ശരിക്കും എണ്ണയിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഞാനിതാ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി അരി ചേർത്തി കൊടുത്തു. ഇനി ഇത് അടച്ചു വെക്കുക. അതിൻ്റെ ഇടയിൽ ഞാനൊരു പെട്ടെന്നൊരു സാലഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം. ഇടയ്ക്ക് നമ്മൾ അരിയൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കിയെടുക്കണം. അതുപോലെ ഉണ്ടല്ലോ, ഈ അരിയുടെ മുകളിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ച കുറച്ച് ക്യാപ്സിക്കം ചേർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ ചോറിന്. അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്തി എടുത്തത്. ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ പൊരിച്ചതുണ്ടെങ്കിൽ അതും ചേർത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ശരിക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഓപ്പൺ ആക്കി ഞാൻ ഇളക്കി വീണ്ടും അടച്ചു വെക്കുന്നുണ്ട്. കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട്. അരിയുടെ ഇരട്ടി വെള്ളം എടുത്താൽ മതി ഇതുപോലത്തെ റൈസ് ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഞാൻ എന്നോട് പണ്ട് ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ വെച്ചിട്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ നീരും 2 സ്പൂൺ തേനും എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് തേനാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നുമല്ല, എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നതാണ്. പിന്നെ കസ്തൂരി മഞ്ഞളാണ് എടുക്കുന്നത്. ഇത് വെർഡിക്കിൻ്റെ കസ്തൂരി മഞ്ഞളാണ്. ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. മഞ്ഞ കളറും ഒന്നും ഉണ്ടാവില്ല, നല്ല ഫ്രഷാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാൻ ഇത് എന്ത് ചെയ്യണം പറഞ്ഞാൽ, നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു 10-20 മിനിറ്റ് മുമ്പ് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി കേട്ടോ. കഴുകി കളയണ്ട, ജസ്റ്റ് ഒന്ന് തുടച്ച് കളഞ്ഞിട്ട്. ഇത് ഞാൻ കസ്തൂരി മഞ്ഞൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിന് ഒരു ഫേസ് പാക്കാണ്. ഇവിടെ കസ്തൂരി മഞ്ഞളിന്റെ പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതാ നമ്മുടെ കാപ്പി പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ബ്രൂ കോഫിയാണ് കേട്ടോ. അപ്പൊ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് തേന് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇത്രയും ഫ്രഷ് തേൻ ഇങ്ങനെ മുഖത്ത് തേച്ച് കളയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ, അല്ലേ? ഇത് അത്യാവശ്യം ദിവസം വരും കേട്ടോ. പിന്നെ പാലും യൂസ് ചെയ്തിട്ടുണ്ട്. തേനും പാലും യൂസ് ചെയ്യുമ്പോൾ അതിലോട്ട് നാരങ്ങ ഒഴിക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫേസ് പാക്ക് റെഡി. ഡെയിലി അപ്ലൈ ചെയ്ത നല്ല റിസൾട്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒന്ന് വിളമ്പിയെടുക്കുകയാണ്. നമ്മുടെ നെയ്യില്ലാത്ത നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും, ഇവിടെ സാലഡ്, അച്ചാറ്, പപ്പടം പിന്നെ ഞാൻ എപ്പോഴും മറക്കണ ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടി കുഴച്ചങ്ങ് കഴിച്ചിട്ടുണ്ടല്ലോ. ഒരു ഐസ്ക്രീം കൂടി കഴിച്ച ഇന്നത്തെ എങ്ങനെയല്ലേ നീ തടി പറയുക എന്നല്ലേ പലരും ചിന്തിക്കുന്നത്. അപ്പൊ 2 രീതിയിലുള്ള ഐസ്ക്രീം ഉണ്ടായിരുന്നത്. ഒന്ന് ബട്ടർ സ്കോച്ച് വാനില, ഒന്ന് ചോക്ലേറ്റ് വാനില. ഞാൻ എന്തായാലും ബട്ടർ സ്കോച്ച് വാനില എടുത്തു. പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ അത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇതിൽ ചെറിയൊരു റെസിപ്പിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം അങ്കമാലി മാങ്ങക്കറിയാണ്. മാങ്ങയിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനീഗർ ചേർത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞ മാങ്ങയാണ് കേട്ടോ. പിന്നെ മൺചട്ടി എടുക്കുക, ഇഞ്ചി, പച്ചമുളക്, വലിയുള്ളി ചേർത്തി എടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, പിന്നെ ഉപ്പും ചേർക്കണം, പിന്നെ വെളിച്ചെണ്ണയും ചേർക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചേർത്തിയെടുത്ത ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. കൈ വെച്ച് നന്നായി തിരുമ്മിയെടുത്ത ശേഷം മാങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2ാം പാൽ ഒഴിച്ചിട്ടാണ് നമുക്കിത് കുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാതും വെന്തെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമുള്ളൂ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 2ാം പാൽ ഒഴിച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ആദ്യം പാല് പിരിയാണ്ട് നമ്മൾ നോക്കണം കേട്ടോ. ഒഴിച്ചു കൊടുത്ത് ഉടനെ നന്നായിട്ടൊന്ന് ഇളക്കണം. തിളയ്ക്കുമ്പോഴും ഒക്കെ നന്നായിട്ട് ഇളക്കണം. പെട്ടെന്നൊന്നും പിരിയില്ല. അധികം പുളിയില്ലാത്ത മാങ്ങ വേണം നമുക്ക് ഇതിലോട്ട് യൂസ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ ഐറ്റംസും ഇവിടെ വന്നിട്ടുണ്ട്.
ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം മാത്രമാണ് ഒന്നാം പാൽ ഒഴിക്കുന്നത്. കടുക് താളിക്കുന്നത്, കടുക്, കറിവേപ്പില, ചുവന്നുള്ളി, വറ്റൽമുളകൊക്കെ ഇട്ട് നന്നായിട്ട് താളിച്ചെടുത്തതാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ സംഗതി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാ പേജ്, FB പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ഡേ.